നമസ്കാരം സുഹൃത്തുക്കൾ. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ടോളം നഗരങ്ങളാണ് ഇന്ന് കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് IRGCയുടെ. അതായത് ഇറാനികൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. അറ്റ്ഫഹാൻ എന്ന് പറയുന്ന ഇറാഖിനോട് ചേർന്നൊരു സിറ്റി കൈവിട്ടു പോയിരിക്കുന്നു IRGCയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ ആദ്യത്തെ രണ്ട് നഗരങ്ങൾ ഇറാനിൽ വീണിരിക്കുകയാണ്. കൺഫേം ന്യൂസുകൾ കടന്നു വരികയാണ്. അപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നാളെ ചോരപ്പുഴ ഒഴുകും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ സിറ്റികൾ തിരികെ പിടിക്കേണ്ടത് IRGCയുടെ ആവശ്യമാണ്. കാരണം ഇത് 10ാം ദിവസമായി ഏകദേശം 19ഓളം പേര് മരിച്ചു എന്ന് പറയുന്നു. പല നഗരങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. രണ്ട് നഗരങ്ങൾ കൈവിട്ട് പോയി. തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത് പടരും. അടുത്ത സിറ്റികൾ വീണ്ടും പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം രണ്ടെണ്ണം പോയി, അത് തിരികെ പിടിക്കാൻ പറ്റിയില്ല. IRGC നാളെ ചോരപ്പുഴ ഒഴുക്കും. ഈ അറ്റ്ഫഹാൻ എന്ന് പറയുന്ന നഗരം അവിടെയാണ് പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേക്കിംഗ് സിറ്റി. ഇപ്പൊ പറയുന്ന വിഷയം എന്ന് പറയുന്നത് നാളെ ഭയങ്കര ക്രിട്ടിക്കലാണ്. 11ാം ദിവസം 11th ഡേ വളരെ ക്രിട്ടിക്കലാണ്. IRGCയുടെ കരുത്ത് അവിടെയാണ് തെളിയിക്കേണ്ടത്. ഈ നഗരങ്ങൾ തിരികെ പിടിച്ചു. ഈ പറയുന്ന നഗരങ്ങൾ, രണ്ട് നഗരങ്ങളും പോലീസുകാർ ഒളിച്ചോടി എന്ന് പറയുന്നു. അവിടെ ആരുമില്ല, പാരാമിലിറ്ററി ഇല്ല, ജനങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഭരണം. ഇത് തിരികെ പിടിക്കാനായില്ലെങ്കിൽ വിവരങ്ങൾ കയ്യിൽ പോകും. ഇപ്പൊ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ഈ 2-3 ദിവസങ്ങളിലൊക്കെ ഈ സമരം നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ വല്ലോ കല്ലെടുത്തെറിയും, 10 പേര് കല്ലെറിയും, അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോവും, വീണ്ടും കല്ലെറിയും. ഞാൻ ഒരിക്കലും, സത്യം പറയട്ടെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ലെവലിലേക്ക് ഇറാൻ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യം പറയാലോ. കാരണം തരക്കേടില്ലാണ്ട് കഴിഞ്ഞ യുദ്ധത്തിന് പിടിച്ചു നിന്നു. അത്യാവശ്യം പണമുണ്ട്. ശരിയാണ്, നമ്മൾ ഇന്റേണൽ ഇഷ്യൂസൊക്കെ ഒരുപാട് കിടക്കാം. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇറാൻ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന്. കാരണം ഭരണം ഇത്ര പെട്ടെന്ന് കൈവിട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നത്? ആശ്ചര്യമുളവാക്കുന്ന വിഷയം. നമുക്ക് ഒരുപാട് പറയാം. കറപ്ഷൻസ്, ഇൻഫ്ലേഷൻ, നമുക്ക് അറഗൻസ്, അതായത് IRGCയുടെ ഭാഗത്തുനിന്നുള്ള അറഗൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മുന്നോട്ട് വെച്ചാലും മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ മിഡിൽ ലീഡർഷിപ്പ്, സെൻട്രൽ ലീഡർഷിപ്പ് ഇല്ലാതായി മാറിയേക്കുവാണ്. IRGCയുടെ ഈ ഒരു ഹൈ കമാൻഡ് എന്നൊക്കെ പറയില്ല, ആ കമാൻഡ് ഇല്ലാണ്ടായി മാറി. കാരണം ജൂണിലെ ഈ ഒരു ആക്രമണം, ജൂണിലെ 12th ഡേ വാറിൽ അമേരിക്ക കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇസ്ഫഹാൻ, നദാനസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രം. പല നുണയാണ് അമേരിക്ക ഉണ്ടാക്കി വിടുന്നത്, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇസ്രായേൽ ഫോക്കസ്ഡ് ഓൺ ലീഡർഷിപ്പിന് ടേക്കൻ ചെയ്യാം. അതായത് IRGCയും പിന്നെ ഇവരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ട് കമേനിയുമായി അടുത്ത. ആ ലീഡർഷിപ്പിനെ അങ്ങ് എടുത്തു കളയുക. അവർക്ക് മനസ്സിലായി ഈ ലീഡർഷിപ്പ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പിടുത്തം പോകും. ആ ഒരു ഇപ്പം പല നഗരങ്ങളിലും പല രാജ്യത്തിന്റെ പല ഭാഗങ്ങളുമാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കരുത്തരായിട്ടുള്ള 2ാം നിര നേതാക്കന്മാർ വേണം. അതില്ല. ആ എല്ലാവരെയും ഇവര് ആദ്യമേ ഇല്ലാതാക്കി ഇസ്രായേൽ. ഇതാണ് സംഭവിക്കുന്നത്. ശരിയല്ലേ? കാരണം കരുത്തരായിട്ട് നേതാക്കന്മാർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോ ആരും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ആരുമില്ല. എല്ലാവരും അപ്രത്യക്ഷമായി കുറെ പേരെ കൊന്നുകളയുമായിരിക്കാം, കുറെ പേരെ വിലക്ക് വാങ്ങി പറയാൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ അമേരിക്ക എന്തും ചെയ്യും. നമ്മൾ കണ്ടത് ഇറാഖിൽ വന്നപ്പോൾ സദാമിന്റെ ഫുൾ മന്ത്രിസഭ കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്. എവരിബഡി, എല്ലാവരും അമേരിക്കയിലേക്ക് വന്നിരിക്കുക. ഫുൾ മന്ത്രിസഭ, വിദേശകാര്യമന്ത്രി മുതൽ പിന്നെ കായിക മന്ത്രി വരെ എല്ലാവരും അമേരിക്കയിൽ. എല്ലാം കൂറുമാറി. ഇതിൽ കൂറുമാറ്റം സംഭവിച്ചു കാണാൻ സാധിക്കും. ഇത് കൂറുമാറ്റം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ IRGCയെ പോലുള്ള ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കേന്ദ്രം ആരുമില്ല. നമ്മൾ വീഡിയോസ് കാണുമ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നത് ഇറാനിൽ? ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ഒരു വിഷയം എടുത്തിരിക്കുകയാണ് അല്ലെ. ഇറാൻ എന്ന് പറയുന്നത് കൈപ്പിടിയിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണം വേറെ ഒന്നുമല്ല, സെൻട്രൽ ലീഡർഷിപ്പിനെ ഇസ്രായേൽ ഇല്ലാതാക്കി മാറ്റി. അമേരിക്ക ഫോക്കസ്ഡ് ഓൺ അവരുടെ ബാലിസ്റ്റിക് മിസൈൽസ്, ന്യൂക്ലിയർ, അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ നേതൃത്വം, അതായത് അവരുടെ പിടി കഴിഞ്ഞു പോയി. നാളെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ചോരക്കളം വീണില്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടോ, ഇറാൻ കൈവിട്ടു പോകും. നാളെ 2 നഗരങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഒരു തിരിച്ചുവരവ് എൻ്റെ അഭിപ്രായത്തിൽ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ജനങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യവർ. പിന്നെ ഈ പറയുന്ന അടുത്ത നഗരങ്ങളിലുള്ള പോലീസുകാർ ഔട്ട് പോസ്റ്റ് ഉപേക്ഷിക്കും, അവർ ഇവരുടെ കൂടെ കൂടും. അങ്ങനെ പിന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന് പ്രഷർ വേറെയുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വേറെ. ഇന്നലെ
സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഒരാൾക്ക് 350 രൂപ വെച്ച് ഒരു മാസം എക്സ്ട്രാ പണം കൊടുക്കാം, തൽക്കാലത്തേക്ക് ശമിപ്പിക്കുക. അതൊന്നും ജനങ്ങൾ സന്തോഷവാന്മാരല്ല. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. കാരണം അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആക്കുന്ന ഒരു തീരുമാനമാണ് രണ്ട് നഗരങ്ങൾ പിടിച്ചതുകൊണ്ട്.